ഹായ് മക്കളെ, നമസ്കാരം. നമ്മുടെ +1 മലയാളം അല്ലേ, 10ാം ക്ലാസ്സിൽ നിന്ന് നമ്മൾ മലയാളം ഇഷ്ടപ്പെട്ടത് കൊണ്ടോ മറ്റു സാഹചര്യങ്ങളെ കൊണ്ടോ +1 മലയാളം എടുത്തിട്ടുള്ള അല്ലേ നമ്മൾ വിദ്യാർത്ഥികൾ +1 മലയാളം പരീക്ഷയ്ക്കുള്ള പാഠഭാഗങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പല സ്കൂളുകളിലും ഓണപ്പരീക്ഷയും മറ്റുള്ള പരീക്ഷകളും നടക്കുന്നുണ്ട്. അതിലെ ആദ്യത്തെ ചാപ്റ്റർ കിനാവ് എന്ന യൂണിറ്റിനകത്തുള്ള ആദ്യത്തെ ചാപ്റ്റർ സന്ദർശനം എന്ന പാഠഭാഗം ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് എങ്ങനെ മനസ്സിലാക്കാം, എങ്ങനെ പരീക്ഷയ്ക്ക് സെറ്റാക്കാം എന്ന് പരിശോധിക്കുന്ന ഒരു ക്ലാസ്സിലേക്ക് മക്കൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ആദ്യത്തെ ചാപ്റ്ററിൻ്റെ പേര് സന്ദർശനം എന്നാണ്. നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന എൻ്റെ പേര് ജയ്സൽ എന്നാണ്. മക്കൾ എന്ത് ചെയ്യുക, ഓർമ്മയിൽ വെച്ചേക്കുക. സെറ്റാണല്ലോ, സെറ്റ്. സന്ദർശനം എന്ന കവിതയിലേക്ക് വരുന്നതിന് മുമ്പ് 40 മാർക്കിന് മാത്രം പരീക്ഷ എഴുതിയിരുന്ന നമ്മൾ, മലയാളത്തിന് 40 മാർക്കിന് പരീക്ഷ എഴുതിയിരുന്ന നമ്മൾ 80 മാർക്കിലേക്ക് എന്ത് ചെയ്യാൻ പോവാണ്, പരീക്ഷ എഴുതാൻ പോവാണെന്നുള്ള കാര്യം നിങ്ങൾ ഓർമ്മിക്കണം. അതോടൊപ്പം തന്നെ നമുക്ക് സമയം കൂടാൻ പോകുന്നത് വെറും 1.25 മണിക്കൂർ കൂടി ആഡ് ചെയ്തിട്ട് 2.5 മണിക്കൂർ എന്ത് ചെയ്യും, പരീക്ഷൻ്റെ സമയം ഉണ്ടായിരിക്കുന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക, നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. സന്ദർശനം, ബാലചന്ദ്രൻ ചുള്ളിക്കാട്. ആരായിരുന്നു ബാലചന്ദ്രൻ ചുള്ളിക്കാട്? മലയാള കവിതയിൽ ഭാഷയിലും പ്രമേയ സ്വീകരണത്തിലും ബിംബകൽപ്പനകളിലും വേറിട്ട് നിൽക്കുന്ന കവിയാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട്. 1957 എറണാകുളം ജില്ലയിലെ പറവൂരിലാണ് ഇദ്ദേഹം ജനിച്ചത്. 18 കവിതകൾ, അമാവാസി, ഗസൽ, മാനസാന്തരം, ഡ്രാക്കുള, ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ കവിതകൾ, പ്രതിനായകൻ, ചിദംബര സ്മരണ എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസിദ്ധമായിട്ടുള്ള കൃതിയാണ് ഇത് സന്ദർശനം. പ്രണയത്തിൻ്റെ മറ്റൊരു തലത്തെ നമ്മളെ പരിചയപ്പെടുത്തി തരുന്നു ബാലചന്ദ്രൻ ചുള്ളിക്കാട് സന്ദർശനം എന്ന കവിതയിലൂടെ. ഇവിടെ പ്രണയത്തിൻ്റെ 2 കാലങ്ങളെ, ഭൂതകാലത്തിനെയും വർത്തമാനകാലത്തിനെയും നമ്മുടെ മുന്നിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവതരിപ്പിക്കുന്നുണ്ട്. ഭൂതകാലവും വർത്തമാനകാലവും. ഒരാൾ തൻ്റെ പൂർവ്വകാലത്തിലെ, കഴിഞ്ഞ കാലത്തിലെന്ന് പറയാൻ കഴിയില്ല, കുറെ മുമ്പ് ഉണ്ടായിരുന്ന ഒരു കാമുകിയെ, സ്വന്തമാക്കാൻ കഴിയാത്ത കാമുകിയെ പിന്നീട് ഒരിക്കൽ വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുകയാണ്. സന്ദർശകർക്കുള്ള മുറിയിൽ വെച്ചാണ് എന്ത് ചെയ്യുന്നത്, ഇവർ കണ്ടുമുട്ടുന്നത്. അത് ഡോക്ടറുടെ സന്ദർശന മുറിയാകാം, വേറെ എവിടെയുള്ള ലോബിയാകാം. ആ സന്ദർശന മുറിയിലിരുന്ന് പരസ്പരം സംസാരിക്കാൻ കഴിയാതെ മുഖത്തോട് മുഖം നോക്കി ഇരിക്കേണ്ടി വന്ന പിരിഞ്ഞുപോയ 2 കവിതാക്കളുടെ മാനസികാവസ്ഥയെ ഏറ്റവും ഭംഗിയായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു സന്ദർശനം എന്ന കവിതക്കകത്ത്. അപ്പോൾ പ്രണയം എന്ന് പറയുന്നത് ഭൂതകാലത്തിലും വിരഹത്തിൻ്റെ കാലഘട്ടമാണ് ഇത് വർത്തമാനകാലം. ഭൂതകാലം എന്ന് പറയുന്നത് കഴിഞ്ഞുപോയ കാലഘട്ടമാണ്. കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ ഈ കാമുകിക്കും ഈ കാമുകനും, ഇപ്പം അവിടെ ഇരിക്കുന്ന കവിക്കും കവിയുടെ കാമുകിക്കും നല്ലൊരു പ്രണയത്തിൻ്റെ ഭൂതകാലം ഉണ്ടായിരുന്നു. എന്നാൽ ആ പ്രണയം പരാജയപ്പെട്ടു, അല്ലെങ്കിൽ അവർ രണ്ടുപേരും വേർപിരിയേണ്ടി വന്നു. രണ്ടുപേരും വേർപിരിയേണ്ടി വന്ന വർത്തമാന കാലഘട്ടം കവിയെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയാണ്? അപ്പോൾ ഭൂതകാലത്തെ കവി വർണ്ണിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഭൂതകാലത്തെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില ബിംബങ്ങൾ കവി പ്രയോഗിക്കുന്നുണ്ട്. അതുപോലെ വർത്തമാന കാലഘട്ടത്തിലെ നരക ജീവിത യാതനകൾ എന്ത് ചെയ്യുന്നുണ്ട്, വളരെ ഭംഗിയായിട്ട് കവി നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട്. മക്കള് അത് രണ്ടും കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഓർമ്മയിൽ വെച്ചേക്കുക. പരീക്ഷയ്ക്ക് എന്ത് ചെയ്യും, സെറ്റായിരിക്കും. റെഡിയാണല്ലോ? നോക്കുക, ബാലചന്ദ്രൻ ചുള്ളിക്കാട് നമ്മൾ കഴിഞ്ഞു. കവിത നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിരുത്തി ഒന്ന് വായിച്ചു നോക്കുക. യൂട്യൂബിനകത്ത് കവിത കിട്ടും, നല്ല രീതിയിൽ എന്ത് ചെയ്യുക, കേട്ട് നോക്കുക. നമ്മൾ പാഠസംഗ്രഹത്തിലേക്ക് പോകുന്നു. മലയാളത്തിൻ്റെ പ്രിയ കവി ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ സന്ദർശനം എന്ന കവിത പ്രണയാനുഭവത്തിൻ്റെ സത്യസന്ധമായ ആവിഷ്കാരമാണ്. ഒരു പ്രണയാനുഭവത്തിൻ്റെ സത്യസന്ധമായ ആവിഷ്കാരം. വേർപിരിഞ്ഞുപോയ 2 കവിതാക്കൾ, വേർപിരിഞ്ഞുപോയ കവിതാക്കൾ, കാമുകനുണ്ട് കാമുകിയുണ്ട്. ഈ കാമുകനാണ് നമ്മുടെ കവി. ഇവർ രണ്ടുപേരും അപ്രതീക്ഷിതമായിട്ട് എന്ത് ചെയ്യാണ്, ഒരു സന്ദർശന മുറിയിൽ വെച്ച് കണ്ടുമുട്ടുകയാണ്. ഒരുപാട് പേര് ഇരിക്കുന്നതിനിടയിലാണ്. അവർക്ക് പരസ്പരം നോക്കണമെന്നുണ്ട്, പരസ്പരം സംസാരിക്കണമെന്നുണ്ട്, കവിക്കൊന്ന് പൊട്ടിക്കരയണമെന്നുണ്ട്. ഒന്നും സാധിക്കാതെ നിർവികാരതയോടുകൂടി ഇരുന്ന് രണ്ടുപേരും എന്ത് ചെയ്യുന്നു, പിരിഞ്ഞു പോകുന്നു. ആ നിർവികാരതയോടുകൂടി ഇരിക്കുന്ന സമയത്ത് കവിയുടെ മനസ്സിലേക്ക് കടന്നു വന്ന ഭൂതകാലത്തിൽ ഇവർ നടത്തിയിട്ടുള്ള, അല്ലെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രണയനിർഭരമായ മുഹൂർത്തങ്ങളെക്കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, കവി അവിടെ ഓർത്തെടുക്കുന്നുണ്ട്. അതുകൂടി ഇവിടെ വരുന്നു. അകന്നുപോയ
എന്തെല്ലാമോ ചില കാരണങ്ങളാൽ വിവാഹം കഴിക്കാൻ കഴിയാതെ അകന്നുപോയ കാമുകിയെക്കുറിച്ചുള്ള വിഷാദഭരിതമായ വരികളാണ് ഈ കവിതയിലുള്ളത്. വിഷാദഭരിതം, ദുഃഖസാന്ദ്രമായ വരികളാണ്. സങ്കടത്തോടു കൂടി എഴുതിയ കവിതയാണെന്ത്? നമ്മുടെ സന്ദർശനം എന്ന കവിത. സെറ്റാണല്ലോ മക്കളെ? സെറ്റ്. ഇനി ഒരിക്കലും കണ്ടുമുട്ടാൻ സാധ്യതയില്ലാത്ത കാമുകിയും കാമുകനും അവസാന കൂടിക്കാഴ്ചക്കായി സന്ദർശക മുറിയിൽ ഇരിക്കുകയാണ്. ഇനി ഒരിക്കലും അവർ കണ്ടുമുട്ടില്ല. കുറേ കാലമായി അവർ പിരിഞ്ഞു പോയിട്ട് ഈ സന്ദർശന മുറിയിൽ വെച്ച് പിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ കണ്ടുമുട്ടാൻ സാധ്യതയില്ല. ഇനി ഒരിക്കലും കണ്ടുമുട്ടാൻ സാധ്യതയില്ലാത്ത കാമുകിയും കാമുകനും അവസാന കൂടിക്കാഴ്ചക്കായി സന്ദർശക മുറിയിലിരിക്കുന്നു. അധിക നേരമായിട്ടും അവർക്കൊന്നും മിണ്ടാൻ കഴിയുന്നില്ല. വേദന കടിച്ചമർത്തി, പിരിഞ്ഞുപോയ വേദന കടിച്ചമർത്തി മൗനം കുടിച്ചിരിക്കുകയാണ് അവർ. എന്താ? ഒന്നും സംസാരിക്കാൻ പറ്റാതെ, ഒരുപാട് സംസാരിക്കാൻ ഉള്ളിലുണ്ടായിട്ടും സംസാരിക്കാൻ കഴിയാതിരിക്കുന്ന അവസ്ഥയാണ് മൗനം കുടിച്ചിരിക്കുകയാണ് അവർ എന്ന് പറയുന്നത്. അങ്ങനെ ഒഴിവാക്കാനാവാത്ത വേർപിരിയൽ അവരെ വല്ലാതെ വേദനിപ്പിക്കുന്നു. പുറത്ത് ജീവിതം പോലെ പകൽ വെളിച്ചം പൊലിഞ്ഞു പോകുന്നതും, ജീവിതം പകല് സന്ധ്യാസമയമാകുന്നത് പോലെ ഇപ്പൊ ജീവിതം എന്തായി മാറിയിട്ടുണ്ട്? സന്ധ്യാസമയമായി മാറിയിട്ടുണ്ട്. കുറച്ച് പ്രായം ചെന്നതിന് ശേഷമാണ് എന്ത് ചെയ്തത്? ഇതിലേക്ക് ഇവർ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ ജീവിതം എന്ത് ചെയ്തിട്ടുണ്ട്? സന്ധ്യാസമയമായിട്ടുണ്ട്. അപ്പോൾ പ്രായത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ സന്ധ്യാസമയം പകലിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? എത്തിച്ചേർന്നിട്ടുണ്ട്. കിളികൾ കൂടണയും പോലെ ഓർമ്മകൾ കെട്ടടങ്ങുന്നതും കവി വരച്ചിടുന്നു. തൻ്റെ ഓർമ്മകളൊക്കെ എന്ത് ചെയ്യുന്നു? കിളികൾ കൂട്ടിലേക്ക് പോകുന്നത് പോലെ ഓരോ ഓർമ്മകളും ഇങ്ങനെ മനസ്സിലൂടെ കടന്നു പോകുന്നത് കവി പറയുന്നു. മിഴികളിൽ നിന്നും അവൾ നഷ്ടപ്പെടുന്നതിൻ്റെ വേദന കവിയെ വേട്ടയാടുന്നു. അതുകൊണ്ട് തന്നെ നെഞ്ചിടിപ്പിൻ്റെ വേഗവും കൂടുന്നു. കുറച്ച് സമയം കഴിഞ്ഞാൽ രണ്ടുപേരും എന്ത് ചെയ്യണം? വ്യത്യസ്ത ദിക്കുകളിലേക്ക് പിരിഞ്ഞു പോകേണ്ടവരാണ്. അതിനെക്കുറിച്ച് ഓർത്ത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ടെങ്കിലും പിരിയണമല്ലോ എന്ന് ഓർത്തിട്ട് എന്ത് ചെയ്യുന്നു? വല്ലാത്ത സങ്കടം ഉണ്ടാകുന്നുണ്ട്. പിരിയണമല്ലോ എന്ന് ഓർത്തിട്ടുള്ള ആ സങ്കടത്തെയാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ പറയുന്നത്. നിശ്വാസത്തിൽ പോലും സംഗീതമുണ്ടായിരുന്ന പ്രണയത്തിൻ്റെ ഒരു വസന്തകാലം അവർക്കും ഉണ്ടായിരുന്നു. പറയാൻ ഒരുപാടുണ്ടെങ്കിലും ഇന്ന് വാക്കുകൾ തൊണ്ടയിൽ പെടഞ്ഞില്ലാതാവുന്നു. പൊൻചമ്പകം പൂത്ത കരൾ കരിഞ്ഞു പോയിരിക്കുന്നു. കറ പിടിച്ച ചുണ്ടിൽ കവിത പോലും വരണ്ടുപോയിരിക്കുന്നു. നോക്കുക, നിശ്വാസത്തിൽ പോലും സംഗീതമുണ്ടായിരുന്ന പ്രണയത്തിൻ്റെ ഒരു വസന്തകാലം, ഭൂതകാലം, നല്ല സന്തോഷം നൽകിയ പ്രണയത്തിൻ്റെ കാലഘട്ടം അവർക്കുണ്ടായിരുന്നു. ഇന്ന് പറയാൻ ഒരുപാടുണ്ടെങ്കിലും വാക്കുകളൊക്കെ തൊണ്ടയിൽ പിടഞ്ഞില്ലാതാവുന്നു. പൊൻചെമ്പകം പൂത്ത കരൾ, അല്ലേ? പണ്ട് തൻ്റെ കാമുകിയുടെ സാമീപ്യം കൊണ്ട് സന്തോഷമുണ്ടായിരുന്ന തൻ്റെ ഹൃദയം ഇന്ന് കരിഞ്ഞുപോയിരിക്കുന്നു. ഒന്നിനും പറ്റാതായിരിക്കുന്നു ഇവളുടെ വിരഹം കാരണം. കറ പിടിച്ച ചുണ്ടിൽ കവിത പോലും, നന്നായിട്ട് കവിത എഴുതുന്ന ആളാണ്, ഇന്ന് ബീഡി വലിച്ച് കറ പിടിച്ച ചുണ്ടിൽ, അതായിരിക്കാം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക, കറ പിടിച്ച ചുണ്ടിൽ നല്ല കവിത പോലും എന്ത് ചെയ്യുന്നില്ല? വിരിയുന്നില്ല. അതാണ് വർത്തമാന കാലഘട്ടം. ഇനി പ്രണയത്തിൻ്റെ മധുരകരമായ പൂർവ്വസ്മരണകളിലേക്ക് കവി മനസ്സ് വെല്ലപ്പായുന്നു. നമുക്ക് നോക്കാം പഴയകാല ഓർമ്മകൾ. പ്രണയത്തിൻ്റെ കനകമൈലാഞ്ചി നീരിൽ തുടുത്ത അവളുടെ വിരൽ, കനകമൈലാഞ്ചി, സ്വർണ്ണ മൈലാഞ്ചി നിറത്തിലുള്ള അവളുടെ വിരലുകൾ തൊടുന്ന സമയത്ത് മനസ്സിനകത്ത് ഭയങ്കര സന്തോഷമുണ്ടായതിനെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. പ്രണയ കാലഘട്ടത്തിലെ ചെറിയ സ്പർശനങ്ങൾ പോലും വലിയ സന്തോഷമുണ്ടാക്കുന്നു. നെടിയ കണ്ണിലെ കൃഷ്ണകാന്തങ്ങളുടെ കിരണങ്ങൾ, അവളുടെ ഓരോ നോട്ടം വല്ലാത്ത വശീകരണ ശക്തിയുള്ള നോട്ടമായിരുന്നു തൻ്റെ പ്രിയപ്പെട്ടവളുടേത്. അവളുടെ നോട്ടം കിട്ടുന്ന സമയത്ത് മനസ്സിനകത്ത് ഭയങ്കര സന്തോഷമുണ്ടായതിനെക്കുറിച്ച് കവി ഓർമ്മിക്കുന്നു. നെടിയ കണ്ണിലെ കൃഷ്ണകാന്തങ്ങളുടെ കിരണങ്ങളേറ്റ് മനസ്സിലെ ചില്ലകൾ പൂവിട്ടതും, അവളോടൊത്ത് പങ്കിട്ട മനോഹരമായിട്ടുള്ള സന്ധ്യാസമയങ്ങൾ, സായാഹ്നങ്ങൾ, തൻ്റെ കാമുകിയുമായിട്ട് പങ്കിട്ട അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിച്ച സായാഹ്നങ്ങൾ, ഇതെല്ലാം ഇന്ന് മറവിയിലേക്ക് മാഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഇതൊക്കെയായിരുന്നു പ്രണയ കാലഘട്ടത്തെക്കുറിച്ചുള്ള കവിയുടെ ഓർമ്മകൾ. വർത്തമാനകാലത്ത്, എന്നാൽ വർത്തമാനകാലം എന്ന് പറഞ്ഞാൽ ഈ കാലത്ത് വിരഹവേദനയാൽ കവി ലക്ഷ്യമില്ലാത്തവനായി മാറുന്നു. ജീവിതം എന്താ പറയുക, കയറ് പൊട്ടിയ പട്ടം പോലെ ഇങ്ങനെ എന്ത് ചെയ്യാണ്? പാറി നടക്കാണ് തൻ്റെ പ്രണയം തകർന്നത് മുതൽ. മരണവേഗത്തിലോടുന്ന വണ്ടികളും
നഗരത്തിലെ നിത്യപ്രയാണങ്ങളും മദ്യത്തിൽ മുങ്ങി സത്രങ്ങളിൽ കഴിയുന്ന നരകരാത്രികളും. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ കവിയുടെ മനസ്സിലേക്ക് വരുന്നത് എന്തൊക്കെയാണ്? ഒന്ന്, മരണവേഗത്തിലോടുന്ന വണ്ടികൾ. നഗരത്തിലെ തിരക്ക് പിടിച്ച ഒരു അവസ്ഥയിലാണ് ഇന്ന് കവി എന്ത് ചെയ്തിരിക്കുന്നത്? ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നഗരത്തിലെ തിരക്ക് പിടിച്ച അവസ്ഥയിലാണ് കവി ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മരണവേഗത്തിലോടുന്ന വണ്ടികൾ, നഗരത്തിലെ നിത്യപ്രയാണങ്ങൾ, എന്നും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്രകൾ മാത്രം, മദ്യത്തിൽ മുങ്ങി സത്രങ്ങളിൽ കഴിയുന്ന നരകരാത്രികൾ. വെള്ളമടിച്ച് സത്രങ്ങളിൽ, കണ്ട ഹോട്ടലുകളിലും ലോഡ്ജ് മുറികളിലും ജീവിക്കുന്ന കാലഘട്ടമാണ് ഇപ്പം എന്ത് ചെയ്യുന്നത്? തൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നത്. ഇങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നതെങ്കിലും ഈ സമയത്തൊക്കെ ചിലപ്പോഴെങ്കിലും മനസ്സിൽ ഇത്തിരി സന്തോഷം വരാറുണ്ട്. അതെപ്പോഴാണ്? ജനനാന്തര സാന്ത്വനമായി ഈ കാമുകിയുടെ മുഖം ഞാൻ എന്ത് ചെയ്യും? ഇടക്കൊന്ന് ഓർക്കാറുണ്ട്. അപ്പോഴൊക്കെ മനസ്സിനകത്ത് എന്ത് ചെയ്യാറുണ്ട്? സന്തോഷം കടന്നു വരാറുണ്ടെന്ന് കവി ഓർമ്മിക്കുന്നു. ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇപ്പോൾ എല്ലാം അവസാനിക്കാൻ പോവാണ്. തൻ്റെ കാമുകി പിരിയാൻ പോവാണ്. ഇനി ഒരിക്കലും കണ്ടുമുട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ നന്ദി ചൊല്ലി കരഞ്ഞു പിരിയുന്നതിൽ അർത്ഥമില്ല. നന്ദി, വീണ്ടും കാണാം എന്ന് പറയുന്നതിൽ എന്തില്ല? പ്രത്യേകിച്ച് ഒരർത്ഥമില്ല. കാരണം തങ്ങളൊക്കെ പണ്ടേ പിരിഞ്ഞവരാണ് എന്ന ചിന്തയിൽ കവിത എന്ത് ചെയ്യുന്നു? അവസാനിക്കുന്നു. നമ്മൾ പണ്ടേ മനസ്സുകൊണ്ടും ഭൗതികമായിട്ടും പിരിഞ്ഞു കഴിഞ്ഞവരാണ് എന്ന് പറയുന്നിടത്ത് എന്ത് ചെയ്യുന്നു? കവിത അവസാനിക്കുന്നു. പ്രണയത്തിൻ്റെ മാധുര്യവും വിരഹത്തിൻ്റെ വേദനയും വൈകാരിക തീവ്രതയോടെ വായനക്കാരിലെത്തിക്കാൻ കവിക്ക് നിഷ്പ്രയാസം കഴിഞ്ഞിരിക്കുന്നു. സെറ്റാണല്ലോ മക്കളെ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ചോദ്യോത്തരങ്ങൾ നോക്കാം. ഈ പാഠഭാഗത്തുനിന്നും എങ്ങനെ ചോദ്യം വന്നു കഴിഞ്ഞാലും നമുക്ക് ഉത്തരം എഴുതാൻ പറ്റുന്ന രൂപത്തിലുള്ള കണ്ടന്റ് കൃത്യമായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുന്ന രൂപത്തിലുള്ള ചോദ്യോത്തരങ്ങൾ മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു? സെറ്റാക്കി വെക്കുന്നു. അത് ഉപന്യാസമാകട്ടെ, 6 മാർക്കിൻ്റെ ചോദ്യമാകട്ടെ, 4 മാർക്കിൻ്റെ ചോദ്യമാകട്ടെ, ഏത് വന്നു കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യണം? ഉത്തരം എഴുതാൻ പറ്റണം. അപ്പം മക്കൾ ആ രൂപത്തിൽ തന്നെ സെറ്റാക്കി വെച്ചോളണം. ഈ ക്ലാസ് കാണുന്നതോട് കൂടിയിട്ട് ബാലേന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ സന്ദർശനം എന്ന കവിത എന്ന ആദ്യത്തെ ചാപ്റ്റർ നമുക്ക് എന്തായിരിക്കണം? സെറ്റായിരിക്കണം. നമ്മൾ ഏതാ സാഹചര്യം, പാഠഭാഗ സംഗ്രഹം, ഇതൊക്കെ എന്ത് ചെയ്തു? ഇവിടെ പരാമർശിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നോക്കുക, ചോദ്യോത്തരത്തിലേക്ക് വരാം. പ്രണയത്തിൻ്റെ ഭൂത വർത്തമാനങ്ങളുടെ നിറഭേദങ്ങൾ ബാലേന്ദ്രൻ ചുള്ളിക്കാട് എങ്ങനെയാണ് കവിതയിൽ അവതരിപ്പിക്കുന്നത്? ഓർമ്മയിൽ വെച്ചേക്കുക, പ്രണയത്തിൻ്റെ ഭൂതകാലത്തെക്കുറിച്ചും വർത്തമാനകാലത്തെക്കുറിച്ചും. പ്രണയത്തിൻ്റെ ഭൂതകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിനൊരു പ്രണയം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞുപോയ കാലമാണ്. അതിനെ എങ്ങനെയാണ് കവിതയിൽ അവതരിപ്പിക്കുന്നത്? ഇദ്ദേഹത്തിൻ്റെ ഇന്നത്തെ കാലഘട്ടം, ഇന്നത്തെ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ഈ 2 കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് പാഠഭാഗത്ത് എന്ത് ചെയ്യണം? നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കണം. ഇതിനനുബന്ധമായിട്ടുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? മാറി മറിഞ്ഞു വന്നുകൊണ്ടിരിക്കും. ഉത്തരം ഒന്ന് തന്നെയാണ്. സെറ്റാക്കി വെക്കുക. പ്രണയത്തിൻ്റെ ഭൂത വർത്തമാനങ്ങളുടെ നിറഭേദങ്ങൾ ബാലേന്ദ്രൻ ചുള്ളിക്കാട് എങ്ങനെയാണ് കവിതയിൽ അവതരിപ്പിക്കുന്നത്? സെറ്റല്ലേ മക്കളെ? നോക്കുക, ബാലേന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ സന്ദർശനം എന്ന കവിതയിൽ പ്രണയത്തിൻ്റെ ഭൂത വർത്തമാനങ്ങൾ കടന്നു വരുന്നുണ്ട്. ഏറെ ആഹ്ലാദം നിറഞ്ഞൊരു വസന്തകാലം അവരുടെ പ്രണയത്തിനുണ്ടായിരുന്നു. സെറ്റ്. ഏറെ സന്തോഷം നൽകുന്ന ഒരു വസന്തകാലം അവരുടെ പ്രണയത്തിനുണ്ടായിരുന്നു. കനക മൈലാഞ്ചി നീരിൽ തുടുത്ത വിരൽ സ്പർശം. അല്ലേ? ഈ സിമ്പൽ ഓർത്തു വെക്കുക, ഈ ഒരു ബിംബം ഓർത്തു വെക്കുക. കനക മൈലാഞ്ചി നീരിൽ തുടുത്ത വിരൽ സ്പർശം ഏറെ സന്തോഷകരമായിരുന്നു. കാമുകിയുടെ നോട്ടത്തെ കൃഷ്ണകാന്തങ്ങളുടെ കിരണങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വല്ലാണ്ട് വശീകരിക്കുന്ന ഒരു നോട്ടം ആർക്കുണ്ടായിരുന്നു? കാമുകിക്കുണ്ടായിരുന്നു. കാമുകിയുടെ നോട്ടത്തെ കൃഷ്ണകാന്തങ്ങളുടെ കിരണങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ പ്രകാശ കിരണങ്ങളേറ്റ് ഉള്ളിലെ ചില്ലകൾ പൂത്തു എന്നും പറയുന്നു. ഇങ്ങനെ അനിർവചനീയമായ അനുഭവമാണ് ഈ പ്രയോഗത്തിലൂടെ വായനക്കാരനെത്തുന്നത്. തൻ്റെ കാമുകിയുടെ നോട്ടം കിട്ടുമ്പോൾ ആ പ്രകാശകിരണങ്ങളേറ്റ് തൻ്റെ മനസ്സിലെ ചില്ലകളൊക്കെ എന്ത് ചെയ്തു? പൂത്തു എന്നും പ്രണയ കാലഘട്ടത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. എന്നാൽ വർത്തമാന കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ പ്രണയം എന്ത് ചെയ്തിരിക്കുന്നു? ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നു. അവർ രണ്ടുപേരും വേർപിരിയാനായി, ഇനി ഒരിക്കലും കാണാതിരിക്കാനായി യാത്രാമൊഴി പറയാനെത്തുന്നു. പക്ഷേ ജീവിതം പോലെ പകൽ വെളിച്ചം പൊലിയുന്ന ആ വേളയിൽ സന്ധ്യാസമയത്ത് വാക്കുകൾ തൊണ്ടയിൽ പിടഞ്ഞില്ലാതാകുന്നു. എന്താണ് പരസ്പരം പറയേണ്ടതെന്ന് അറിയാതെ എന്ത് ചെയ്യുന്നു? അവർ വല്ലാതെ സംസാരിക്കാൻ പ്രയാസം നേരിടുന്നു. എങ്ങനെ? പൊൻചെമ്പകം പൂത്തിരുന്ന കരൾ കരിഞ്ഞു പോയിരിക്കും.
പോയിരിക്കുന്നു. വർത്തമാന കാലഘട്ടത്തിൽ അവളുടെ സാമീപ്യം കൊണ്ട് പൊൻചെമ്പകം പൂത്ത കരളായിരുന്നു. ആ കരൾ ഇപ്പം എന്ത് ചെയ്തിരിക്കുന്നു? കരിഞ്ഞു പോയിരിക്കുന്നു. കറ പിടിച്ച ചുണ്ടിൽ കവിതയും എന്ത് ചെയ്തു? വരണ്ടു പോയിരിക്കുന്നു. കറ പിടിച്ച ചുണ്ടിൽ കവിതയും വരണ്ടുപോയി. പ്രിയപ്പെട്ടവളുടെ കുങ്കുമത്തരി പുരണ്ട ചിദംബര സന്ധികൾ മറവിയിൽ മാഞ്ഞു പോയിരിക്കുന്നു. വർത്തമാനത്തിൻ്റെ ഈ ദുരിതാവസ്ഥ നഗരത്തിൻ്റെ പശ്ചാത്തലത്തിൽ വീണ്ടും കവി വിവരിക്കുന്നു. എന്തൊക്കെയാണ്? ഇപ്പോഴോ മരണവേഗത്തിലോടുന്ന വണ്ടികൾ, എന്തിനെന്നില്ലാതെയുള്ള നഗരയാത്രകൾ, മദ്യത്തിൽ മുങ്ങിയ നരകരാത്രികളും സത്രങ്ങളിലെ അന്തിയുറക്കവും, ഇങ്ങനെ അരാജകമായ ജീവിതാവസ്ഥയാണ് ഇന്ന് തനിക്ക് എന്ന് കവി വരച്ചിടുന്നു. അന്യഥാബോധവും ഏകാന്തതയും നിരാശയും നരകതുല്യമാക്കിയ ഇരുട്ട് നിറഞ്ഞ ഈ ജീവിതാവസ്ഥയിലും തനിക്ക് സാന്ത്വനമായി കാമുകിയുടെ മുഖം ഇടക്കെന്ത് ചെയ്യാറുണ്ട്? മനസ്സിൽ തെളിയാറുണ്ട്. അതൊരു ജനനാന്തര ബന്ധമാണ്. യാത്ര പറയാൻ നിർബന്ധിതരാകുന്ന ആ സമയത്തും നന്ദി ചൊല്ലുന്നതിൽ അർത്ഥമില്ല എന്ന് അവർ തിരിച്ചറിയുന്നു. കരച്ചിലിൻ്റെ അഴിമുഖം കാണാതിരിക്കാം, കാരണം തങ്ങൾ പണ്ടേ പിരിഞ്ഞവരാണല്ലോ. സെറ്റാണല്ലോ. ഒന്നെന്താണ്? അവരുടെ പ്രണയത്തിൻ്റെ ഭൂതകാല അവസ്ഥ എന്ത് ചെയ്യുന്നു? സൂചിപ്പിക്കുന്നു. രണ്ടാമത്തെ ഭാഗത്തിൽ പ്രണയം നഷ്ടപ്പെട്ട അവസ്ഥയെ സൂചിപ്പിക്കുന്നു. അതാണ് വർത്തമാന കാലഘട്ടം. അത് ഇത്രയും ഭാഗം എന്ത് ചെയ്യുക? മക്കൾ ഓർമ്മിച്ച് വെക്കുക. ദെൻ നെക്സ്റ്റ് കവിതക്കകത്ത് വരുന്ന ഒരു 4 ടെക്സ്റ്റ് ബുക്കിനകത്തുള്ളതാണ്. എൻ ചുണ്ടിലൊട്ടിയിടക്കൂറിയ മാധുരി, നിൻ ചുണ്ടിനുള്ളതോ ലിപ്സ്റ്റിക്കിനുള്ളതോ. മദിരാശിയിലെ സായാഹ്നം NV കൃഷ്ണവാര്യർ. പ്രേമമൊരുമി നീരായി കാണുവോർ, കായിൻ പേരിൽ പൂമതിക്കുവോർ, ഒന്നും പുണ്യമായ എണ്ണീടാത്തോർ. വൈലാപ്പള്ളി യുഗപരിവർത്തനത്തിൽ പറയുന്നു, പ്രേമമേ നിൻ പേര് കേട്ടാൽ പേടിയാം, വഴിപിഴച്ച കാമ കിങ്കരന്മാർ ചെയ്യും കടും കൈകളാൽ. കുമാരനാശാൻ കരുണക്കകത്ത് പറയുന്നു. പ്രണയത്തെ 3 കവികൾ 3 രൂപത്തിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അതിനെ ചേർത്ത് വെച്ച് പരിശോധിക്കുക. കവികളെ ഏറെ സ്വാധീനിച്ചിട്ടുള്ള ഒരു വികാരമാണ് പ്രണയം. മധുരകരമായ ഒരു വികാരമാണിതെങ്കിലും ഓരോരുത്തരും പ്രണയത്തെ കാണുന്നതും സമീപിക്കുന്നതും ഓരോ രീതിയിലാണ്. ഇതൊക്കെ കൃത്യമായി ഒപ്പിയെടുക്കാൻ കവികൾക്കും കഴിഞ്ഞിട്ടുണ്ട്. മദിരാശിയിലെ സായാഹ്നം എന്ന കവിതയിൽ ആത്മാർത്ഥതയില്ലാത്ത പ്രണയത്തെയാണ് നാം കാണുന്നത്. കോളേജ് കുമാരനായ നമ്മുടെ കാമുകൻ കാമുകിയുടെ ചുണ്ടിൽ ചുംബിച്ചപ്പോൾ ലഭിച്ച മാധുര്യം അവളുടെ ചുണ്ടിൻ്റേതാണോ അതോ ചുണ്ടിലെ ലിപ്സ്റ്റിക്കിൻ്റേതാണോ എന്ന് സംശയം ചോദിക്കുന്നുണ്ട്. മൂല്യബോധമില്ലാത്ത തലമുറയുടെ നൈമിഷിക പ്രണയത്തെ കവി മനോഹരമായിട്ട് എന്ത് ചെയ്യുന്നു? ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നു. സെറ്റ്. ദെൻ നെക്സ്റ്റ്, വൈലോപ്പിള്ളി യുഗപരിവർത്തനം എന്ന കവിതയിൽ ഇതേ ആശയം തന്നെയാണ് പങ്കുവെക്കുന്നത്. പ്രേമത്തിന് ഉമിനീരിൻ്റെ മൂല്യം മാത്രം നൽകുന്നവർ, മനോഹരമായ പൂവിന് അതിൽ ഉണ്ടാകാൻ പോകുന്ന കായുടെ പേരിൽ മാത്രം സ്ഥാനം നൽകുന്നവർ, ബന്ധങ്ങൾക്ക് പവിത്രതയില്ലാത്ത ലോകം. സ്നേഹഗായകനായ ആശാൻ പ്രണയത്തിൻ്റെ മറ്റൊരു മുഖവും കാട്ടിത്തരുന്നുണ്ട്. പ്രേമം ഉദാത്തമാണെന്ന് പറഞ്ഞിട്ടുള്ള കവി തന്നെ കരുണയിൽ കാമ കിങ്കരന്മാരുടെ ക്രൂരതയാൽ പ്രേമമെന്ന് കേൾക്കുന്നത് പോലും പേടിയാണെന്ന് പറയുന്നു. പല വർത്തമാനകാല സംഭവങ്ങളും ഇതൊക്കെ ശരിവെക്കുന്നതായി കാണാം. സെറ്റ്. ഇതാണ് 3 പേരും. ഇതൊക്കെയാണെങ്കിലും സന്ദർശനം എന്ന കവിതയിൽ യഥാർത്ഥ പ്രണയത്തിൻ്റെ ഭാവഭേദങ്ങൾ കവി പകർത്തി വച്ചിരിക്കുന്നു. പ്രണയത്തിൻ്റെ മനോഹര കാലവും വിരഹവേദനയുടെ തീവ്രതയും കാമുകൻ്റെ നിസ്സഹായാവസ്ഥയും പ്രണയത്തിൻ്റെ ആഴത്തെ കാണിക്കുന്നു. ഏതോ ഒരു കാരണത്താൽ വേർപിരിയേണ്ടി വന്നപ്പോൾ അവർ അനുഭവിക്കുന്ന വേദന വായനക്കാരൻ്റെ വേദനയായിട്ട് അവതരിപ്പിക്കുന്നു. ഇത്തരത്തിൽ പ്രണയത്തെ വ്യത്യസ്ത രീതിയിൽ കവികൾ അവതരിപ്പിച്ചിരിക്കുന്നുണ്ട് എന്ന് കാണാം. സെറ്റ്. സന്ദർശനം എന്ന കവിതയിലെ മുഖ്യ ഭാവം എന്താണ്? മാതൃത്വമാണോ, മരണമാണോ, പ്രണയമാണോ, വിജയമാണോ? പ്രണയമാണ്. സ്മരണതൻ ദൂരസാഗരം തേടി നീളുന്ന ഹൃദയരേഖകൾ. സ്മരണ, ഓർമ്മകൾ തേടിയിട്ട് ദൂരമായിട്ടുള്ള കടലിനെ തേടി നീളുന്ന ഹൃദയമാണ്. കണ്ടെത്തുന്ന ഓർമ്മകൾ എന്തൊക്കെയാണ്? സൂചനകളുടെ കാവ്യഭംഗി വിശദമാക്കുക. അസ്തമയത്തിൻ്റെ ശോണഛായയാണ് ഓർമ്മകൾക്കുള്ളത്. കവി പറയുന്നത് അസ്തമയത്തിൻ്റെ ശോണഛായയാണ് തൻ്റെ ഓർമ്മകൾക്കുള്ളത്. പൊൻചമ്പകം പൂത്തിരുന്ന കാലഘട്ടം പ്രണയത്തെക്കുറിച്ച് പറയുന്നു. കനകനിറത്തിലുള്ള മൈലാഞ്ചി നീരിൽ തൊടുത്ത കൈവിരലുകൾ പ്രണയത്തെക്കുറിച്ചുള്ള ഓർമ്മയാണ്. നെടിയ കണ്ണിലെ കൃഷ്ണകാന്തങ്ങൾ പ്രണയത്തെക്കുറിച്ചുള്ള ഓർമ്മയാണ്. നെറ്റിയിലെ കുങ്കുമത്തരി. ഇതൊക്കെ പോയിൻ്റാക്കി തന്നത് ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനെ നിങ്ങൾ എന്ത് ചെയ്യുക? ഉത്തരത്തിലേക്ക് കൊണ്ടുവരാം. ജനാദൻ, പൊൻചമ്പകം പൂത്ത കരൾ, കനകമൈലാഞ്ചി നീരിൽ തുടുത്ത വിരൽ, കണ്ണിലെ കൃഷ്ണകാന്തം കൊണ്ട് പൂത്ത ചില്ലകൾ. കവിതയിലെ പ്രണയഭാവത്തെ ആവിഷ്കരിക്കുന്നതിൽ ഈ പ്രയോഗങ്ങൾ എത്രത്തോളം സമർത്ഥമായിട്ടുണ്ട് വിശദീകരിക്കുക.
പൊൻചെമ്പകം പൂത്ത കരൾ, കനകമൈലാഞ്ചി നീരിൽ തുടുത്ത വിരൽ, കണ്ണിലെ കൃഷ്ണകാന്തം കൊണ്ട് പൂത്ത ചില്ലകൾ, കവിതയിലെ പ്രണയഭാവത്തെ ആവിഷ്കരിക്കാൻ. ഇതൊക്കെയാണല്ലോ പ്രണയത്തിനുള്ള അടയാളമായിട്ട് തന്നത്. പൊൻചെമ്പകം പൂത്ത കരൾ ഓർമ്മിച്ചു വെക്കുക. കനകമൈലാഞ്ചി നീരിൽ തുടുത്ത വിരൽ, കണ്ണിലെ കൃഷ്ണകാന്തം കൊണ്ട് പൂത്ത ചില്ലകൾ, ഇതൊക്കെയാണ് പ്രണയത്തിന്റെ അടയാളങ്ങളായിട്ട് കവി പറയുന്നത്. എന്തൊക്കെയാണ്? പൊൻചെമ്പകം പൂത്ത കരൾ, കനകമൈലാഞ്ചി നീരിൽ തുടുത്ത വിരൽ, കണ്ണിലെ കൃഷ്ണകാന്തം കൊണ്ട് പൂത്ത ചില്ലകൾ. ഇത് എത്രത്തോളം യോജിക്കുന്നുണ്ട്? സമർത്ഥിക്കാം. നോക്കുക, ബാലേന്ദ്രൻ ചുള്ളിക്കാടിന്റെ സന്ദർശനം എന്ന കവിത പ്രണയ തീവ്രത അനുഭവിപ്പിക്കുന്ന ഒന്നാണ്. നമ്മുടെ ആമുഖം ഇങ്ങനെ തുടങ്ങുന്നു: ബാലേന്ദ്രൻ ചുള്ളിക്കാടിന്റെ സന്ദർശനം എന്ന കവിത പ്രണയ തീവ്രത അനുഭവിപ്പിക്കുന്ന ഒന്നാണ്. വാക്കുകൾ ഹൃദയത്തിലേക്ക് ഒഴുകി അനിർവചനീയമായ അനുഭൂതിയായി തീരുന്നു. വിശദീകരണങ്ങൾക്ക് അതീതമാണ് ഇതിലെ പ്രയോഗങ്ങൾ. ഏതൊക്കെയാണ്? ആദ്യം നമുക്ക് എടുക്കാം. പൊൻചെമ്പകം പൂത്ത കരൾ, അത് പ്രണയത്തിന്റെ വസന്തകാലത്തെയും നിറസുഗന്ധത്തെയും സൂചിപ്പിക്കുന്നു. പൊൻചെമ്പകം പൂത്ത കരൾ പ്രണയത്തിന്റെ വസന്തകാലത്തെയും നിറസുഗന്ധത്തെയും എന്ത് ചെയ്യുന്നു? സൂചിപ്പിക്കുന്നു. സെറ്റല്ലടാ? കവിതാക്കൾ പരസ്പര സാമീപ്യത്താൽ തന്നെ തരളിതരാകാറുണ്ടല്ലോ. അവാച്യമായ ആ നിമിഷങ്ങളെ കവി ഈ വാക്കുകളെ കൊണ്ട് ഒപ്പിയെടുത്തിരിക്കുന്നു. കവിതാക്കൾ പരസ്പരം കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യാറുണ്ട്? വളരെ സന്തോഷത്തിലെത്താറുണ്ട്. അതിനെയാണ് ഇവിടെ പൊൻചെമ്പകം പൂത്ത കരൾ എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇനി നോക്കുക, കനകമൈലാഞ്ചി നീരിൽ തുടുത്ത വിരൽ, പ്രണയകാലത്തെ സൗന്ദര്യത്തെയും സ്പർശനത്തെയും, പ്രണയകാലത്തുള്ള അവരുടെ പരസ്പരം സൗന്ദര്യം ആസ്വദിക്കുന്നതിനെയും പരസ്പരം അവർ സ്പർശിക്കുന്നതിനെയും കുറിക്കുന്നതാണ് ഈ വിരൽ സ്പർശം. കിനാവിന്റെ പെരുമഴക്ക് എന്ത് ചെയ്യുന്നു? കാരണമാകുന്നു. അടുത്തത്, നെടിയ കണ്ണിലെ കൃഷ്ണകാന്തം കൊണ്ട് പൂത്ത ചില്ലകൾ. നെടിയ കണ്ണിലെ കൃഷ്ണകാന്തം കൊണ്ട് പൂത്ത ചില്ലകൾ പ്രിയപ്പെട്ടവളുടെ മിഴിയഴകും വശ്യതയും വെളിപ്പെടുത്തുന്ന പ്രയോഗമാണിത്. നെടിയ കണ്ണിലെ കൃഷ്ണകാന്തം കൊണ്ട് പൂത്ത ചില്ലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവളുടെ മിഴിയഴകും കണ്ണിന്റെ ഭംഗിയും കണ്ണിന്റെ വശീകരണ ശക്തിയും വെളിപ്പെടുത്തുന്ന പ്രയോഗമാണ്. അത്യധികം ആഹ്ലാദമുണ്ടായതിനെയാണ് അപ്രകാരം വർണ്ണിച്ചിരിക്കുന്നത്. പ്രണയഭാവത്തെ ദീപ്തമാക്കുന്ന ഇത്തരം പ്രയോഗങ്ങൾ വായനക്കാരനെ ആസ്വദിപ്പിക്കാൻ അനുയോജ്യമാണ്. സെറ്റാണല്ലോ? സെറ്റ്. ദെൻ കവിതയിലെ ചില പ്രയോഗങ്ങൾ ശ്രദ്ധിക്കുക. മൗനം കുടിച്ചിരിക്കുന്നു കവിതയിൽ വന്നിട്ടുണ്ട്. മിഴികളിൽ നമ്മൾ നഷ്ടപ്പെടുന്നുവോ കവിതയിൽ വന്നിട്ടുണ്ട്. തൊണ്ടയിൽ പിടയുകയാണ് ഒരു ഏകാന്തരോധനം. അതത് സന്ദർഭങ്ങളിൽ ഈ പ്രയോഗങ്ങൾക്ക് കൈവരുന്ന ധ്വനി തലങ്ങൾ വിശദീകരിക്കുക. അതത് സന്ദർഭങ്ങളിൽ ഈ പ്രയോഗങ്ങൾക്ക് കൈവരുന്ന ധ്വനി തലങ്ങൾ വിശദീകരിക്കുക. സെറ്റ്. നോക്കുക, ഉത്തരം. ധ്വനിസാന്ദ്രമായ പ്രയോഗങ്ങൾ ധാരാളമുണ്ട് സന്ദർശനം എന്ന കവിതയിൽ. അനിവാര്യമായ വേർപിരിയലിന് മുമ്പുള്ള ഒരു കൂടിക്കാഴ്ചയാണ് ഇവിടെ പ്രതിപാദ്യം. കാമുകന്മാർക്ക് സന്തോഷത്തിൻ്റെയും പ്രത്യാശയുടെയും ഒരു ഭൂതകാലമുണ്ടായിരുന്നു. കാമുകന്മാർക്ക് സന്തോഷത്തിൻ്റെയും പ്രത്യാശയുടെയും ഒരു ഭൂതകാലമുണ്ടായിരുന്നു. സന്ദർശക മുറിയിൽ ഇരിക്കുമ്പോൾ അവയൊക്കെ ഓർമ്മയിൽ ഇരമ്പിയെത്തുന്നു. അവർ പരസ്പരം നോക്കി മൗനമായിരുന്നു. വാക്കുകൾ അപ്രസക്തമാകുന്ന മുഹൂർത്തം, അതിനെ വിശദീകരിക്കുകയാണ് മൗനം കുടിച്ചിരിക്കുന്നു എന്ന പ്രയോഗത്തിന് സാധിക്കുന്നു. വാക്കുകൾ അപ്രസക്തമാകുന്ന മുഹൂർത്തം, അതിനെ വിശദീകരിക്കാൻ മൗനം കുടിച്ചിരിക്കുന്നു എന്ന പ്രയോഗത്തിന് സാധിക്കുന്നു. ആ നിമിഷത്തെ വാക്കുകളിൽ ആവാഹിച്ച് വായനക്കാരുടെ ഹൃദയത്തിലേക്ക് പ്രവഹിപ്പിക്കാൻ ഈ ഒരൊറ്റ പ്രയോഗം മതി. സെറ്റാണല്ലോ? സെറ്റ്. ഇനി മിഴികളിൽ നമ്മൾ നഷ്ടപ്പെടുന്നുവോ എന്ന പ്രയോഗം ആ കൂടിക്കാഴ്ചയെ തീവ്രമാക്കുന്നതാണ്. പരസ്പരം നോക്കി സ്വയം മറന്നു പോകുന്നതിനെയും എന്നേക്കുമായി വേർപിരിയുന്നതിനെയും കുറിക്കുന്നതാണ്. എല്ലാ വേർപാടുകളും ദുഃഖകരമാണ്. ദുരിതമയമായ തൻ്റെ ഇരുട്ട് നിറഞ്ഞ ജീവിതത്തിൽ നിത്യസാന്ത്വനമാണ് തൻ്റെ കാമുകിയുടെ മുഖമെന്ന് സൂചിപ്പിക്കുന്നു. അവളുടെ സാമീപ്യം എന്നേക്കുമായി നഷ്ടമാകുമ്പോൾ കരയണമെന്നുണ്ട്. എന്നാൽ കരച്ചില് തൊണ്ടയിൽ കിടന്ന് പിടയുകയാണ്, ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. ഈ അനുഭവത്തെയാണ് തൊണ്ടയിൽ പിടയുകയാണ് ഒരു ഏകാന്തരോധനം എന്ന് വർണ്ണിച്ചിരിക്കുന്നത്. അത്യധികമായ ദുഃഖത്തെയാണിത് സൂചിപ്പിക്കുന്നത്. സെറ്റാണല്ലോ മക്കളെ? അപ്പൊ സന്ദർശനം എന്നുള്ള പാഠഭാഗം ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾക്ക് സെറ്റായെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം. എന്തെങ്കിലും മാറ്റം വരുത്തണം, എന്ത് ചെയ്യണം? മാറ്റം വരുത്തിയേക്കണം. ഓക്കെ, താങ്ക് യു.